Welcome to my channel, Appu's and Ammu's vlog. എല്ലാവർക്കും ചെറുപ്പം മുതലേ ഒരു ഗ്യാങ് ഉണ്ടാവും. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്യാങ്ങും അവരുടെ ഫാമിലിയോടൊപ്പമാണെന്ന്. ഈ ഒരു ഗ്യാങ് ഓഫ് ഫ്രെയിം കംപ്ലീറ്റഡ് അല്ല. അൺഫോർച്ചുനേറ്റ്ലി അൻഫാസ് ബസീന ഫാമിലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ചെറിയ ചെറിയ ഫങ്ഷൻസ് കല്യാണങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഇങ്ങനൊരു യാത്ര പോകുന്നത്. ഒത്തിരി പ്ലാനിങ്സ് നടക്കുന്നല്ലാതെ അത് കൈയോടെ പൊട്ടി പാളീസാവാറാണ് പതിവ്. ഇതൊരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു യാത്ര. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് തന്നെയാണ്. കുട്ടികളൊക്കെ ഉള്ള കാരണം ഒരുപാട് ട്രാവൽ ചെയ്ത് പോയിട്ടില്ല. നമ്മൾ കാലിക്കറ്റ് ആനക്കമ്പയിൽ കൊക്കോസീന ഫാം സ്റ്റേയിലാണ്. ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ മാത്രമായിട്ട് അവരുടേതായൊരു കിഡ്സ് ഏരിയ തന്നെയുണ്ട്. കിഡ്സ് പാർക്ക് തന്നെ, സ്ലൈഡിങ് പൂളും സ്വിമ്മിങ് പൂളും ഒക്കെ ആയിട്ട് വിശാലമായിട്ട് തന്നെ ഒരു കിഡ്സ് സെക്ഷൻ തന്നെ ഉണ്ട്. കുട്ടികൾ ഇവിടെ തന്നെയായിരുന്നു കുറേ ടൈം. താഴേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. ആ ഒരു രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഹട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് കഥയൊക്കെ പറയുകയാണ്. നമ്മളിനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റുപാടൊരു കാട്, അതിൻ്റെ സൈഡിലായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. അവിടെ നേരെ ഇറങ്ങുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നില്ല. ഇപ്പം നേരെ പോയത് ഒരു വിശാലമായ ടർഫിലേക്കാണ്. ഇവിടെ ഒരു സൈഡിൽ ബാഡ്മിൻ്റൺ, മറ്റേ സൈഡിൽ ക്രിക്കറ്റ്. ഇവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിമുട്ടുമെന്നൊക്കെ തോന്നി. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും കുറേ നേരം ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. നല്ല ഇരുട് വീഴാൻ തുടങ്ങി. കുറച്ച് തണുപ്പടിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പം നമ്മളങ്ങനെ മെല്ലെ അതൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് നേരെ റൂമിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. ഹോട്ടും ചാട്ടൊക്കെ കഴിഞ്ഞല്ലോ. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കുറച്ച് കലാപരിപാടി ആവട്ടെ. ഇതാണോ? ഇതാണ്. അതോ രണ്ട് ഭാഗമായിട്ടുള്ള മലയാളം കയ്യിന്റെ വേദനയുടെ അവിടെ മാത്രം പൈസയിലൊന്നും നോക്കില്ല. അനുസരിച്ച് കളിക്കുന്നല്ലോ. ഇവിടുത്തെ മേളം തീർന്നിട്ടില്ല. എല്ലാവരും കിടക്കാൻ പോയതാണ്. കിടക്കുന്നോടത്തു നിന്ന് എല്ലാവരെയും കൊത്തി പൊക്കി എണീപ്പിച്ച് കൊണ്ടുവന്നിട്ട് കളിയും കലാപരിപാടികളും
കേക്ക് കട്ടിങ്ങും ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കുമ്പോൾ ഏകദേശം ആദ്യ രാവിലെ പുലർച്ചെ തന്നെ ആയിട്ടുണ്ട് ഞങ്ങൾ കിടക്കുമ്പോൾ. ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ അത്. അതിപ്പം ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വലിയ തന്നെയാട്ടോ ഒരു ഹോം സ്റ്റേ. അടിപൊളി തന്നെയാട്ടോ ഇവിടെ. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട്. ചുറ്റോറും ഫുള്ള് കുന്നും നല്ല വലിയ വലിയ മലകൾ തന്നെ. അതിന് ചുറ്റിലും അടിപൊളി പച്ചപ്പൊക്കെ ആയിട്ട് ഒന്നൊന്നര വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വ്യൂവിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, അടിപൊളി തന്നെയാണ് കേട്ടോ. ഈ ഒരു കിഡ്സ് ഏരിയ ഒക്കെ ഭയങ്കര സൈലൻ്റായിട്ട് കിടക്കുകയാണ്. കുട്ടിപ്പട്ടാളങ്ങളൊന്നും എണീറ്റിട്ടില്ല. ഇന്നലെ ലേറ്റ് ആയതിനെ കൊണ്ട് എല്ലാവരും ഉറക്കത്തിലാണ്. നമ്മളിങ്ങനെ എന്തായാലും ഇതൊന്ന് ഇന്നലെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രാവിലത്തെ ഒരു വൈബ് എന്തായിരിക്കും എന്നുള്ളത്. ആ ഒരു ഇതിൽ നേരത്തെ എണീറ്റ് ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നേരെ പോണത് ടെറസിലേക്കാണ്. അവിടെ നിന്ന് അപ്പവും പപ്പയൊക്കെ കൂടി കുറച്ച് നേരം, അവന് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് കളിക്കാനായിട്ട്. അപ്പം അങ്ങനെയൊരു ടർഫ് കിട്ടിയപ്പോൾ ആളത് വീണ്ടും വീണ്ടും എൻജോയ് ചെയ്യുകയാണ്. ഇവരുടെ കൃഷിയും മരങ്ങളും നിറയെ മരങ്ങളാണ് കേട്ടോ. ആകെ മൊത്തം പച്ചപ്പ് നിറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. കുന്നിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണെങ്കിൽ എന്തൊരു രസമാണെന്നാണ് പറയുന്നത്. എന്തോ ഒരു കൂളായിട്ട് അറിയാം ഇവിടെ നിന്ന് നടക്കാൻ പറ്റുന്നത്. ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെയാണ് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റേതായ പ്രൈവസി പിന്നെ ഗുഡ് ആംബിയൻസ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. എന്തായാലും ഇവിടെ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ എന്താ താഴേക്ക് പോകുന്തോറും ഒരു അരുവിയാണ്. അവിടെ നിന്നുള്ള കള ശബ്ദങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്നേ കേൾക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അങ്ങനെ കുറച്ച് പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചാടി മറിഞ്ഞ് കയറിപ്പറ്റി ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിയിട്ടോ. പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വീണ്ടും എല്ലാവരും എത്തിയത് വെള്ളത്തിലേക്ക് തന്നെയാണ്. മക്കൾക്ക് പൂളിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതായിരുന്നു. കൂടെ ഡാഡിമാർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ നീന്തൽ പഠിക്കലും നീന്തൽ പഠിപ്പിക്കലൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ അവിടെ പോയിട്ടുണ്ട്. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു ഒന്നിച്ച്. കൊട്ടും മേളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ സി യു പറയാനുള്ള സമയമായിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ. വൈബായിക്കോട്ടെ ഒന്നിച്ചായിക്കോട്ടെ നല്ല രസമായിരുന്നു ഈ ഒരു യാത്ര. ഓരോ യാത്രയും ഓരോ ഓർമ്മകളാണല്ലോ. അതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.